ശ്രീ IC ബാലകൃഷ്ണൻ. സർ, എൻ്റെ നിയോജക മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റൽ ജില്ലാ ആസ്പത്രിയായി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ സബ്മിഷൻ സഭയിൽ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് സബ്മിഷനുകളും കത്തുകളും നൽകിയിട്ടുണ്ട്. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സർ, 1930 ഈ ഹോസ്പിറ്റൽ ബത്തേരി സ്ഥാപിച്ചത്, ബ്രിട്ടീഷുകാരുടെ കാലത്ത്. സർ, 1995 താലൂക്ക് ആസ്പത്രിയായി ഗവൺമെൻറ് ഇത് ഏറ്റെടുക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ ആസ്പത്രിയുമായി എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങ് MP ആയിരിക്കുന്ന കാലത്താണ് ഈ ഹോസ്പിറ്റൽ 5 ഏക്കർ ഭൂമിയിൽ ബിൽഡിംഗ് സമുച്ചയങ്ങളും മറ്റ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് മെഡിക്കൽ കോളേജ് മാനന്തവാടി സ്ഥാപിച്ച സ്ഥിതിക്ക് ജില്ലാ ആസ്പത്രി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. മാത്രമല്ല സർ, ഇതൊരു ജില്ലാ ആസ്പത്രിയായി ഉയർത്തുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും അവിടെയുണ്ട്. NHM ഫണ്ടുകൾ ഉപയോഗിച്ച്, സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയങ്ങൾ അവിടെയുണ്ട് സർ. അത്യാഹിത വിഭാഗത്തിൽ 300ഓളം രോഗികളും OPയിൽ 1000-ലധികം രോഗികളും ദിനംപ്രതി ഈ ആസ്പത്രി എത്തുന്നുണ്ട് സർ. സർ, 200ഓളം രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. പക്ഷേ അവിടുത്തെ ബെഡ് സ്ട്രെങ്ത്ത് 57 സർ. 1985 മാറ്റിനനുസരിച്ച് മാസത്തിൽ 300-ലധികം പോസ്റ്റ്മോർട്ടങ്ങൾ അവിടെ നടക്കുന്നുണ്ട് സാർ. കാരണം വയനാട് ജില്ലയിലെ മറ്റ് ആസ്പത്രികളെടുത്ത് പരിശോധിക്കുമ്പോൾ, മെഡിക്കൽ കോളേജ് ആണെങ്കിലും മറ്റുള്ള ആസ്പത്രികളെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഒരു ഹൈടെക് രീതിയിലുള്ള ഒരു മോർച്ചറി അവിടെയുണ്ട്. അപ്പോൾ വൈറോളജി ലാബും അവിടെയുണ്ട് സാർ. അതുപോലെ ഇൻ്റർഗ്രേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ്, ബ്ലഡ് ബാങ്ക്, ഓപ്പറേഷൻ തിയേറ്റർ, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ബിൽഡിംഗ് സമുച്ചയം അവിടെയുണ്ട് സാർ. സാർ, ഈ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാവുന്നതാണ്. വയനാട്ടിൽ സിഗല്ല വന്നപ്പോൾ യുദ്ധകാലടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഇടപെട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് മന്ത്രി അവിടെ സന്ദർശിച്ച് അവിടുത്തെ ബിൽഡിംഗ് സമുച്ചയങ്ങൾ മുഴുവനും പരിശോധിച്ച് വിലയിരുത്തിയ അങ്ങ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഇടപെടൽ നടത്തണം സാർ. അവിടുത്തെ ഒഴിവുകൾ ഞാൻ അങ്ങക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഇല്ല, അസിസ്റ്റൻറ്റ് സർജൻ, ജനറൽ OP, ഫോറൻസിക് സർജൻ, ജൂനിയർ കൺസൾട്ടൻ്റ്, ബ്ലഡ് ബാങ്ക്, നഴ്സിംഗ് ഓഫീസർ, ലേ സെക്രട്ടറി, ഹെഡ് ക്ലർക്ക്, ഓഫീസ് ക്ലർക്ക്, ഇതൊന്നും അവിടെ ഇല്ല സാർ. അതിന് പ്രത്യേക തസ്തിക സൃഷ്ടിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 3 തവണ വയനാട് DMO ഈ പ്രപ്പോസൽ അയച്ചതാണ്. മാത്രമല്ല ഈ നേഴ്സിംഗ് അസിസ്റ്റൻ്റുമാരുടെ കുറവ് അവിടെയുണ്ട്. മാത്രം വയനാട് ജില്ലാ ലിസ്റ്റ് നിലനിൽക്കും, PSC ലിസ്റ്റ്. അതിൽ നിന്നൊരു നിയമനം പോലും ഇന്ന് നടത്താൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കഴിഞ്ഞില്ല സാർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരം കാര്യങ്ങൾ അവിടെ അദ്ദേഹം അങ്ങ് MP ആയിരിക്കുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ആ ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളും സർവകക്ഷി നേതാക്കളും ആലോചിച്ച് ഒരു സമുച്ചയം തന്നെ അവിടെ തീർക്കുന്നതിന് വേണ്ടി ആ DPR അനുസരിച്ചാണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേക്കറിയാം PC അഹമ്മദ് ഹാജി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ ഭൂമി നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ജില്ലാ ആസ്പത്രിയായി ഉയർത്തി ഞാൻ മേൽ സൂചിപ്പിച്ച സ്റ്റാഫിനെ തസ്തിക സൃഷ്ടിച്ച് ആസ്പത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ സഭയുടെ മുന്നായി സബ്മിഷൻ ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. മാഡം, വയനാട് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആശുപത്രികളൊന്നാണ്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ ഞാൻ MP ആയിരുന്ന സന്ദർഭത്തിലാണ് 1995 ഈ ആശുപത്രിയെ താലൂക്ക് ആശുപത്രി ഉയർത്തുന്നത്. എൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള കെട്ടിടവും ഈ ഹോസ്പിറ്റലുണ്ട്. വയനാട് ജില്ലയിലെ സംബന്ധിച്ച് മഹാഭൂരിപക്ഷം ആദിവാസി ഗോത്രവർഗങ്ങളിൽപ്പെട്ടവർ അധിവസിക്കുന്ന ഈ പ്രദേശത്തെ ഇതൊരു പ്രധാന റഫറൽ ആശുപത്രി കൂടിയാണ്. ആദ്രം മാനദണ്ഡം പ്രകാരം ഒരു ജില്ലാ ആശുപത്രി എന്നതാണ് സർക്കാരിൻ്റെ നയം. എന്നാൽ വയനാട് ജില്ലയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 22/4/2016 സർക്കാർ ഉത്തരവ് പ്രകാരം ഈ ജില്ലയിൽ നിന്ന് മാനന്തവാടി ജില്ലാ ആശുപത്രിയെയും കൽപ്പറ്റ ജനറൽ ആശുപത്രിയെയും ജില്ലാതല ആശുപത്രിയായി തിരഞ്ഞെടുത്തിരുന്നു. ആദ്രം മാനദണ്ഡ പ്രകാരം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി
താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ അംഗീകൃത കിടക്കകളുടെ എണ്ണം 57 ആണെങ്കിലും നിലവിൽ 150ഓളം കിടക്കകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിർമ്മാണം പൂർത്തിയായി വരുന്ന ആശുപത്രിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക് പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടെ ഏതാണ്ട് 200-ൽ മുകളിൽ കിടക്കകൾ ഇവിടെ ക്രമീകരിക്കാൻ കഴിയും. നിലവിൽ ഈ ആശുപത്രിയിൽ നിന്ന് ജനറൽ സർജറി, പീഡിയാട്രിക്, അതുപോലെ ഗൈനക്കോളജി, ENT, ഓഡിയോളജി, ഓർത്തോപീഡിക്സ്, ഒഫ്താൽമോളജി, ഒപ്റ്റോമെട്രി, റെസ്പിറ്ററി അനസ്തേഷ്യ, ഡെൻ്റൽ, അതുപോലെ PP യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ICTC ഓപ്പറേഷൻ തിയേറ്റർ, ആംബുലൻസ് സർവീസ്, ICU, മെഡിക്കൽ, അതുപോലെ തന്നെ മോർച്ചറി, ഡയാലിസിസ് യൂണിറ്റ്, ട്രൈബൽ മൊബൈൽ യൂണിറ്റ്, NCD ക്ലിനിക്ക്, പോസ്റ്റ്മോർട്ടം യൂണിറ്റ്, ഭൂമിക, അതുപോലെ ന്യൂട്രീഷൻ സെൻറ്റർ എന്നിവ സേവനങ്ങൾ ഈ ആശുപത്രിയിൽ ലഭ്യമാകുന്നുണ്ട്. ഈ ആശുപത്രിയിൽ നിലവിൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരടക്കം 23 ഡോക്ടർമാർ, സ്റ്റാഫ് നഴ്സ് 19 എന്നിങ്ങനെ സ്ഥിരം ജീവനക്കാരുടെ 89 അംഗീകൃത തസ്തികകളുണ്ട്. ഇതിനു പുറമെ 4 മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ 68 താൽക്കാലിക ജീവനക്കാരെ NHM മുഖാന്തരം നിയമിച്ചിട്ടുണ്ട്. കൂടാതെ LSGD, HMC 96 താൽക്കാലിക ജീവനക്കാരുടെ സേവനവും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. മൊത്തം 164 താൽക്കാലിക ജീവനക്കാർ ഇതുൾപ്പെടെ ഈ ആശുപത്രിയിൽ മൊത്തം 253 ജീവനക്കാരുടെ സേവനമാണ് നിലവിലുള്ളത്. വയനാട് ജില്ലയിൽ നിന്നുള്ള മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ 12/2/2021 സർക്കാർ ഉത്തരവ് പ്രകാരം അതിനെ താൽക്കാലികമായൊരു മെഡിക്കൽ കോളേജായി ഉയർത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഉയർത്തിയെങ്കിലും ഇത് പൂർണ്ണമായും റഫർ ആശുപത്രി എന്നുള്ള നിലയിലല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് എല്ലാ വിഭാഗം പൊതുജനങ്ങൾക്കും ഇവിടെ ഈ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നുണ്ട്. ആശുപത്രികളുടെ പദവി ഉയർത്തുക എന്നതിനേക്കാൾ ഉപരി നിലവിലുള്ള ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യവും ചികിത്സാ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തി ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുകയും ഇവിടെ നിന്ന് മികച്ച രോഗീ പരിചരണം സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതിനാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നത്. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രി ഉയർത്തുന്നതിനുള്ള പ്രപ്പോസൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അവർക്കത് ലഭ്യമായിട്ടുണ്ട്. ഗ്യാപ്പ് അനാലിസിസ് അധികമായി വേണ്ടുന്ന തസ്തികകൾ എത്രയെന്ന് കണ്ടെത്തി പ്രപ്പോസൽ പുനഃസമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ലഭ്യമാക്കുന്ന മുറയ്ക്ക് അത് പരിശോധിച്ച് ഇതിനെ ജില്ലാ ആശുപത്രിയാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്.